ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ചർച്ച ചെയ്യണമെന്ന ആവശ്യം രാജ്യസഭാ ഉപാധ്യക്ഷൻ തള്ളി. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് രാജ്യസഭ 2 മണിവരെ നിർത്തിവെച്ചു. The notice of Sri A. Rahim, Dr. John Britas, Sri Santosh Kumar P, Srimati J.B. Mathur Hisam, Sri Haris Biran, Sri Jose K. Madi have demanded discussion to discuss the alleged unjust arrest of 2 nuns in Chhattisgarh. The notice of Sri Ramji Lal Suman demands discussion over the unprecedented and unexpected resignation of the Honorable Chairman Rajya Sabha. The notice of Dr. V. Sivadasan demands discussion on India's trade deal with UK and its impact on Indian economy. Since these notices do not conform to the detailed directives imparted by the Chair on 8/12/2022 and 19/12/2022, the same are declined. Now it's 0 hour. माननीय सदस्यगण, कई दिनों से आप अपने 0 hour വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണികൃഷ്ണൻ, വീണ്ടും പാർലമെന്റ് പ്രക്ഷുബ്ധമായിരിക്കുകയാണ്. ഈ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് രാജ്യസഭ 2 മണിവരെ നിർത്തിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, ഛത്തീസ്ഗഡിൽ മതപരിവർത്തനം ആരോപിച്ച് 2 കന്യാസ്ത്രീകളെ, കേരളത്തിൽ നിന്നുള്ള കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് കേരളത്തിലെ പ്രതിപക്ഷ അംഗങ്ങൾ, LDF, UDF അംഗങ്ങളാണ് നോട്ടീസ് നൽകിയത്. ഈ നോട്ടീസ് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു ആ നോട്ടീസ്. എന്നാൽ ആ നോട്ടീസ് തള്ളിയതോടെയാണ് വലിയ പ്രതിഷേധം രാജ്യസഭയിൽ ഉണ്ടായത്. LDF, UDF MP-മാർ വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെ ഉയർത്തുകയുണ്ടായി. തുടർന്നാണ് പ്രതിപക്ഷ ബഹളത്തെ തുടർന്നാണ് സഭ നിർത്തിവെച്ചത്. വിവിധ വിഷയങ്ങളിൽ ഇന്ന് പ്രതിപക്ഷ MP-മാർ അവിടെ നോട്ടീസ് നൽകിയിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയം തന്നെയായിരുന്നു കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട ആ സംഭവം. അത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിപക്ഷ MP-മാർ നോട്ടീസ് നൽകിയത്. ഈ വിഷയവും പ്രധാനമായും ഉയർത്തിയിരുന്നു. എന്നാൽ ഈ എല്ലാ നോട്ടീസുകളും രാജ്യസഭ ഉപാധ്യക്ഷൻ തള്ളിയതോടെയാണ് വലിയ പ്രതിഷേധം രാജ്യസഭയിൽ ഉണ്ടായത്. എന്തായാലും പ്രതിപക്ഷ അംഗങ്ങൾ വലിയ പ്രതിഷേധം ഉയരുന്ന സാഹചര്യമുണ്ടായി. സഭ സ്തംഭിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോയി. തുടർന്നാണ് 2 മണിവരെ സഭ നിർത്തിവെക്കുന്നതായി രാജ്യസഭ ഉപാധ്യക്ഷൻ അറിയിച്ചത്. എന്തായാലും വലിയ പ്രതിഷേധമാണ് ഇന്നും ഈ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ ഉണ്ടായത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഇന്ന് രാജ്യസഭയിൽ വലിയൊരു പ്രതിഷേധം ഉണ്ടായത്. എന്തായാലും ഇന്നത്തെ ദിവസം ഈ വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻ സിന്ദൂർ, ആ വിഷയത്തിൽ ചർച്ച നടക്കാനിരിക്കുകയാണ്. അതിന് മുന്നോടിയായി സഭ ചേർന്നപ്പോൾ തന്നെ വലിയ പ്രതിഷേധം ഉയർന്നത്. എന്തായാലും 2 മണിക്ക് ശേഷം ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് രാജ്യസഭയിലുള്ളത്. എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു വിഷയം തന്നെയാണത്. എന്തായാലും ഇന്ന് സഭ രാവിലെ തന്നെ സ്തംഭിക്കുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ് ഉണ്ടായത്. ഈ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സഭ നിർത്തിവെച്ച് ചർച്ച വേണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷം പ്രധാനമായി ഉയർത്തിയത്. ഈ ആവശ്യം തള്ളിയതോടെയാണ് പ്രതിപക്ഷ MP-മാർ സഭയിൽ പ്രതിഷേധിച്ചത്. ദീപ്തി, ശരി. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ചർച്ച ചെയ്യണമെന്ന ആവശ്യം രാജ്യസഭാ ഉപാധ്യക്ഷൻ തള്ളി. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് രാജ്യസഭ 2 മണിവരെ നിർത്തിവെച്ചു. KC ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.